ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ പഞ്ചമോധ്യായഃ. ദശമസ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തില് 16-ാമത്തെ ശ്ലോകം വരെ നാം പഠിച്ചു. അതായത് നന്ദനും യശോദയ്ക്കും ഉണ്ണി പിറന്നതിൻ്റെ ആഘോഷം ഗോകുലത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഗോപന്മാരും ഗോപികമാരും എല്ലാം വളരെ സന്തോഷത്തോടുകൂടി അണിഞ്ഞൊരുങ്ങി അവിടെ എത്തിച്ചേർന്നു. കുട്ടിയുടെ ജാതക കർമാദികളെല്ലാം അവിടെ നടത്തുന്നു. നന്ദഗോപർ വന്നവർക്കെല്ലാം അവരവർക്ക് യോജിച്ച രീതിയിലുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള സമ്മാനങ്ങൾ കൊടുത്തു. അതുപോലെ ഗോപികമാരും എല്ലാവരും ഉപകാരങ്ങളും കൊണ്ടാണ് അവിടെ എത്തിയിരുന്നത്. സന്തോഷസൂചകമായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തൈര് വെണ്ണ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോരി ഒഴിക്കുകയും വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. പിന്നെ അതിൻ്റെ കുറച്ച് ഭാഗവും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് നന്ദഗോപർ കംസൻ കപ്പം കൊടുക്കാൻ വേണ്ടി മധുരയിലേക്ക് പോകുന്നതാണ് ഈ 5-ാമത്തെ അധ്യായത്തിൽ ഇനിയുള്ള ശ്ലോകങ്ങൾ വരുന്നത്. ശ്ലോകം 17. ഓം നമോ ഭഗവതേ വാസുദേവായ. രോഹിണീ ച മഹാഭാഗ നന്ദഗോപാഭിനന്ദിത വ്യചരത് ദിവ്യവാസശ്ര കണ്ഠാഭരണഭൂഷിത. രോഹിണി ച മഹാഭാഗ നന്ദഗോപ അഭിനന്ദിതം വ്യചരത് ദിവ്യ വാസ സ്രക് കണ്ഠ ആഭരണ ഭൂഷിത. മഹാഭാഗ മഹാഭാഗ്യവതിയും നന്ദഗോപ അഭിനന്ദിത നന്ദഗോപനാൽ അഭിനന്ദിക്കപ്പെട്ടവളുമായ രോഹിണീച്ച രോഹിണിയും ദിവ്യവാസ ഷണ്ഡാഭരണഭൂഷിത ദിവ്യവാസ ദിവ്യമായ ശ്രേഷ്ഠമായ വസ്ത്രം, കണ്ഠാഭരണം മാല കണ്ഠാഭരണം ഇവയാൽ അലങ്കരിക്കപ്പെട്ടു. അതായത് കുണ്ടലങ്ങളൊക്കെ അതിൽ ആഭരണം, അതുപോലെ കാതിൽ ആഭരണം, മാലകൾ എല്ലാം ധരിച്ച് വളരെ അലങ്കരിക്കപ്പെട്ടവളായി രോഹിണി അവിടെ എത്തിച്ചേർന്നു. രോഹിണി നേരത്തെ തന്നെ വന്നു. കംസനെ ഭയപ്പെട്ട് ഗോകുലത്തിൽ ഇവിടെ എത്തിയിരുന്നതാണ് രോഹിണി. അപ്പോൾ നന്ദഗോപർ അവളെ വളരെ ആദരവോടുകൂടി സ്വീകരിച്ചു. രോഹിണിക്ക് പുത്രൻ പിറന്നപ്പോൾ നന്ദഗോപർ രോഹിണിയെ അഭിനന്ദിച്ചു. തനിക്ക് ഉണ്ണി പിറന്നപ്പോഴും രോഹിണിയെ അഭിനന്ദിച്ചു. കാരണം എന്താണ്? രോഹിണി ഇവിടെ വന്നതുകൊണ്ടാണ് എനിക്ക് പുത്രനെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ വന്നതുകൊണ്ട് എനിക്ക് നല്ലതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ രോഹിണിക്ക് അത്ര സന്തോഷമില്ല, കംസനെ ഭയന്നിട്ടാണ്. എങ്കിലും ഇവിടുത്തെ കുട്ടിയുടെ ആ ജന്മോത്സവത്തിൽ രോഹിണിയും സന്തോഷവതിയായി പങ്കെടുത്തു. ഇവിടെ രോഹിണി മഹാഭാഗ എന്നാണ് രോഹിണിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ശ്രീകൃഷ്ണനെ അതുപോലെ തന്നെ രോഹിണിയിലുണ്ടായ ബലരാമനെ എല്ലാം ഗർഭത്തിൽ വഹിച്ചത് ദേവകിയാണെങ്കിലും ദേവകിക്ക് അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. ഭാഗ്യം ഉണ്ടായത് ആർക്കാണ്? രോഹിണിക്കും അതുപോലെ യശോദയ്ക്കുമാണ്. അതുകൊണ്ടാണ് ഇവിടെ രോഹിണിയും മഹാഭാഗ എന്ന് പറഞ്ഞിരിക്കുന്നത്. രോഹിണിയും ഭാഗ്യവതി തന്നെയാണ്. ശ്ലോകം 17. രോഹിണീ ച മഹാഭാഗ നന്ദഗോപാഭിനന്ദിത വ്യചരത് ദിവ്യവാസ കണ്ഠാഭരണഭൂഷിതാഃ. ശ്ലോകം 18. തദാരഭ്യ നന്ദസ്യ വ്രജ സർവസമൃദ്ധിമാൻ
ഹരേർ നിവാസ ആത്മഗുണൈ രമാക്രീഡം അഭൂത് നിർവാം. തതഃ ആരഭ്യ നന്ദസ്യ പ്രജഃ സർവസമൃദ്ധിമാൻ ഹരേഃ നിവാസ ആത്മഗുണൈഃ രമാക്രീഡം അഭൂത് നൃപ. നൃപ രാജാവേ, തതഃ ആരഭ്യ അന്ന് മുതൽക്ക് നന്ദസ്യ നന്ദന്റെ വ്രജഃ വ്രജം സർവസമൃദ്ധിമാൻ നല്ലവണ്ണം ഐശ്വര്യ സമൃദ്ധമായി ഭവിച്ചു. എന്തുകൊണ്ടാണ്? ഹരേഹേ ഹരിയുടെ നിവാസ ആത്മഗുണ നിവാസം ഹേതുവായിട്ടുള്ള ആത്മഗുണങ്ങൾ കൊണ്ട്. അതായത് ഹരിയാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത്, ഭഗവാൻ കൃഷ്ണനാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ എല്ലാം സമൃദ്ധി ഉണ്ടായി, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി. രമാക്രീഡൻ ലക്ഷ്മി ദേവിയുടെ ക്രീഡാ സ്ഥാനമായിട്ട് ഭവിച്ചു. അതായത് എല്ലാ ഐശ്വര്യ സമ്പത്തുകളും നേരത്തെ തന്നെ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഭഗവാന്റെ ജന്മത്തോടുകൂടി, ഭഗവാൻ ഇവിടെ വന്നതോടുകൂടി ഗോകുലം അടിക്കടി ഗോകുലാഭിവൃദ്ധിയെ പ്രാപിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പൊ ലക്ഷ്മി ദേവി അവിടെ കളിയാടി എന്നാണ് പറയുന്നത്. ഇപ്പൊ വ്രജത്തിൽ സകല ഐശ്വര്യങ്ങളും വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവതാരത്തിന് ശേഷമാണെങ്കിലോ ലക്ഷ്മി ദേവിയുടെ കളിപ്പന്തലായിട്ടും ഭവിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ നേരത്തെ ഉള്ളതിനേക്കാൾ ഐശ്വര്യ സമൃദ്ധികൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ശ്ലോകം 18. തത ആരഭ്യ നന്ദസ്യ വ്രജ സർവ സമൃദ്ധിമാൻ ഹരേർനിവാസ ആത്മഗുണൈ രമാക്രീഡം അഭൂത് നൃപാം. ശ്ലോകം 19. ഗോപാൻ ഗോകുലരക്ഷായ നിരൂപ്യ മധുരാം ഗതഃ നന്ദകംസസ്യ വാർഷിക്യം കരം ദാതും കുരുദ്വഹ. ഗോപാൻ ഗോകുലരക്ഷായാം നിരൂപ്യ മധുരാം ഗതഃ നന്ദഃ കംസസ്യ വാർഷിക്യം കരം ദാതും കുരുദ്വഹ. ഗോകുല രക്ഷായ ഗോകുലത്തിന്റെ രക്ഷയിൽ ഗോപാൻ ഗോപന്മാരെ നിരൂപ്യ നിശ്ചയിച്ചിട്ട്. അപ്പൊ നന്ദഗോപർ ഇനി കംസന് കപ്പം കൊടുക്കാൻ വേണ്ടി മധുരയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഈ ഗോകുലത്തിന്റെ രക്ഷ ഗോപാൻ ഗോപന്മാരെ ഏൽപ്പിച്ചിട്ട് നിരൂപ്യ നിശ്ചയിച്ചിട്ട് നന്ദൻ കുരുദ്വഹ ഹേ കുരുശ്രേഷ്ഠ കംസസ്യ കംസന് വാർഷിക്യം വർഷം തോറും കൊടുക്കേണ്ടതായ കരം കപ്പത്തെ ദാതും കൊടുക്കാനായിക്കൊണ്ട് മധുരയെ ഗത മധുരയിലേക്ക് പോയി. അപ്പോൾ പുതിയ വർഷാരംഭത്തിന്റെ കാലമായി. അപ്പോൾ ഒരു വർഷം അവസാനിക്കുമ്പോൾ കംസന് കപ്പം കൊടുക്കണം. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? തനിക്ക് പുത്രൻ ജനിച്ചു, അതിന്റെ സന്തോഷം രാജാവിനെ അറിയിക്കണം, പിന്നെ കപ്പം കൊടുക്കണം. എല്ലാത്തിനും കൂടെ വേണ്ടി നന്ദഗോപർ മധുരയിലേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ ഗോപന്മാരെ ആ മധുരയുടെ ഗോകുലത്തിന്റെ രക്ഷ എല്ലാം ഏൽപ്പിച്ചു. ശ്ലോകം 19. ഗോപാൻ ഗോകുലരക്ഷായ നിരൂപ്യ മധുരാം ഗതഃ നന്ദകംസസ്യ വാർഷിക്യം കരം ദാതും കുരുദ്വഹ. ശ്ലോകം 20. വസുദേവ ഉപശ്രുത്യ പ്രാതരം നന്ദമാഗതം ജ്ഞാത്വാ ദത്തകരം രാജ്ഞേ യയൗ തത് അവമോചനം. വസുദേവ ഉപശ്രുത്യ പ്രാതരം നന്ദം ആഗതം ജ്ഞാത്വാ ദത്തകരം രാജ്ഞേ യയൗ തത് അവമോചനം. വസുദേവൻ ഭ്രാതാവായിരിക്കുന്ന സഹോദരനായിരിക്കുന്ന നന്ദനെ ആഗതം വന്നവനായിട്ട് ഉപശ്രുത്യ കേട്ടിട്ട്, അതായത് നന്ദൻ മധുരയിൽ വന്നതായിട്ട് വസുദേവർ കേട്ടിട്ട് അറിഞ്ഞിട്ട് രാജാവിനായിക്കൊണ്ട് ദത്ത കരം കപ്പം കൊടുക്കുന്നവനായി ജ്ഞാത്വ അറിഞ്ഞിട്ട് തദവമോചനം അവന്റെ വാസസ്ഥാനത്തെ യയോ പ്രാപിച്ചു. അപ്പോൾ രാജാവിന് കപ്പം കൊടുക്കാൻ നന്ദഗോപർ എത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് വസുദേവർ എന്ത് ചെയ്തു? പെട്ടെന്ന് നന്ദഗോപരെ കാണാൻ അവിടേക്ക് എത്തി. അപ്പോൾ വസുദേവന്റെ
അച്ഛനായ ശൂരസേനന്റെ അമ്മയുടെ സഹോദരന് ഒരു വൈശ്യകന്യകയിൽ ജനിച്ച പുത്രനാണ് നന്ദഗോപർ. അപ്പോൾ അമ്മാവന്റെ മകൻ, സഹോദര സ്ഥാനത്ത് തന്നെയാണുള്ളത്. അപ്പോൾ അവര് ജ്യേഷ്ഠാനുജന്മാരെ പോലെ വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്ദഗോപർ ഇവിടെ എത്തിയതറിഞ്ഞ് നന്ദഗോപരോട് നേരിട്ട് കാര്യങ്ങൾ പറയണം, തൻ്റെ പുത്രന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് വസുദേവർക്ക് ഭയമുണ്ട്. അതുകൊണ്ട് നന്ദഗോപർ ഇവിടെ താമസിക്കാതെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണമെന്ന് നന്ദഗോപരോട് പറയാൻ വേണ്ടി നന്ദഗോപരുടെ അടുത്തേക്ക് വസുദേവർ ചെല്ലുന്നു. ശ്ലോകം 20. വസുദേവ ഉപശ്രുത്യ ഭ്രാതരം നന്ദമാഗതം ജ്ഞാത്വാ തത്കരം രാജ്ഞേ യയൗ തത് അപമോചനം. ശ്ലോകം 21. തം ദൃഷ്ട്വാ സഹസോത്ഥായ പ്രാണമിവാഗതം പ്രിയതമം ദോർഭ്യാം സസ്വജേ പ്രേമവിഹ്വലഃ. തം ദൃഷ്ട്വാ സഹസോദ്ധായ ദേഹഃ പ്രാണം ഇവ ആഗതം. വന്നവനായ തം അവനെ, പ്രാണനെ ദേഹഃ ഇവ ദേഹം എന്നുപോലെ. അതായത് വസുദേവൻ അടുത്ത് വന്നത് കണ്ടപ്പോൾ നന്ദഗോപർ ബോധം കെട്ടുകിടന്ന ശരീരത്തിൽ പെട്ടെന്ന് ആലസ്യമൊക്കെ തെളിഞ്ഞ് പ്രാണബലം ഉണ്ടാകുമ്പോൾ ചാടി എണീറ്റതുപോലെ, പ്രാണൻ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ആലസ്യം തെളിഞ്ഞ് പ്രാണബലം ഉണ്ടാകുമ്പോൾ എങ്ങനെ ചാടി എണീക്കുമോ അതുപോലെ ദൃഷ്ട കണ്ടിട്ട് സഹസ പെട്ടെന്ന് ഉത്ഥായ എഴുന്നേറ്റ് പ്രീതഃ സന്തുഷ്ടനായി പ്രേമവിഹ്വലക പ്രേമപരവശനായിട്ട് പ്രിയതമം പ്രിയപ്പെട്ടവനെ ദോർഭ്യാം കൈകൾ കൊണ്ട് സ്വജേ ആലിംഗനം ചെയ്തു. സ്വജേ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. അപ്പോൾ തൻ്റെ സഹോദരൻ വന്നിരിക്കുന്നെന്നറിഞ്ഞ് പെട്ടെന്ന് നന്ദഗോപരൻ ചാടി എണീറ്റ് ആലിംഗനം ചെയ്തു. തം ദൃഷ്ട്വാ സഹസോദ്ധായ ദേഹപ്രാണമിവാഗതം പ്രിയതമം ദോർഭ്യാം സസ്വജേ പ്രേമവിഹ്വലഃ. ശ്ലോകം 22. പൂജിത സുഖമാസീന പൃഷ്ട്വാനാം അയമാതൃതഃ പ്രസക്തധി സ്വാത്മജയോരിദം ആഹാവിശാംബതേ. പൂജിതഃ സുഖം ആസീനഃ പൃഷ്ട്വാനാം അയം ആദൃതഃ പ്രസക്തധീഃ സ്വാത്മജയോഃ ഇദം ആഹ വിശാംബതേ. വിശാംബതേ, ഹേ രാജൻ, പൂജിതഃ സൽക്കരിക്കപ്പെട്ടും സുഖമാകും വണ്ണം ആസീന ഇരിക്കുന്നവനും ആദൃതഃ ആദരിക്കപ്പെട്ടവനുമായ വസുദേവൻ അനാമയ സൗഖ്യത്തെ പൃഷ്ട്വ ചോദിച്ചിട്ട് സ്വാത്മജയോ തൻ്റെ 2 പുത്രന്മാരിൽ പ്രസക്തമായ ബുദ്ധിയോട് കൂടിയവനായിട്ട് ഇതിനെ ആഹ പറഞ്ഞു. നേരത്തെ പദച്ഛേദം പറഞ്ഞതിൽ ഒന്ന് തെറ്റിപ്പോയി. പൂജിതഃ സുഖമാസീനഃ പൃഷ്ട്വ അനാമയം ആദൃതഃ എന്നാണ്. പൃഷ്ട്വ അനാമയ എന്ന് ഞാൻ പറഞ്ഞു. പൃഷ്ട്വ അനാമയം ആദൃതഃ. പൃഷ്ട്വ അനാമയം ആദൃതഃ. അനാമയം സൗഖ്യത്തെ പൃഷ്ട്വ ചോദിച്ചിട്ട് സ്വാത്മജയോ തൻ്റെ 2 പുത്രന്മാരിൽ പ്രസക്തതീഹി പ്രസക്തയായ ബുദ്ധിയോടുകൂടിയവനായിട്ട് ഇതിനെ ആഹ പറഞ്ഞു. അപ്പോ വസുദേവന്റെ 2 പുത്രന്മാരാണ് ഗോകുലത്തിൽ വളരുന്നത് അല്ലേ. ദേവകിയുടെ 7ാമത്തെ ഗർഭം യോഗമായി ആകർഷിച്ച് രോഹിണിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രോഹിണി വസുദേവന്റെ ഭാര്യയും തന്നെയാണ്. അപ്പോൾ അങ്ങനെ 7ാമത്തെ പുത്രൻ അവിടെയുണ്ട്. പിന്നെ 8ാമത്തെ പുത്രനോ അത് വസുദേവർ തന്നെ അവിടെ കൊണ്ടാക്കിയതാണ് അല്ലേ. അപ്പം അങ്ങനെ 2 പുത്രന്മാർ
അവരിൽ അവരുടെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വസുദേവർ നന്ദഗോപരോട് ചോദിക്കുകയാണ്. ശ്ലോകം 22. പൂജിത സുഖമാസീന പൃഷ്ട്വാ അനാമയ മാതൃദഃ പ്രസക്തധി സ്വാത്മജയോർ ഇതമാഹ വിശാംപദേ. ശ്ലോകം 23. ദിഷ്ട്യാ പ്രാത പ്രവയസ ഇദാനീം അപ്രജസ്യതേ പ്രജാശായ നിവൃത്തസ്യ പ്രജായത് സമപദ്യതാം. പ്രാതഃ അല്ല ദിഷ്ട്യാ പ്രാതഃ പ്രവയസ ഇദാനീം അപ്രജസ്യ തേ പ്രജാശയാഃ നിവൃത്തസ്യ പ്രജാ യത് സമപദ്യത. പ്രാതഃ, ഹേ പ്രാതാവേ, ഹേ സഹോദര, പ്രവയസഃ അധികം വയസ്സനും, അപ്രജസ്യ പ്രജാരഹിതനും കുട്ടികളില്ലാത്തവനും, പ്രജാശയ കുട്ടികൾ ഉണ്ടാകുന്ന ആശയിൽ നിന്ന് നിവൃത്തനുമായ തേ അങ്ങേക്ക് ഇതാനി ഇപ്പോൾ പ്രജ സന്താനം സമപദ്യത ഉണ്ടായി എന്നത് ദൃഷ്ട്യ ഭാഗ്യവിശേഷം തന്നെ. വസുദേവർ നന്ദനോട് പറയുന്നതാണ് ഇനിയുള്ള 6 ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം പറയാണ്, അങ്ങക്ക് വളരെ വയസ്സായി, ഇത്രയും കാലം മക്കളില്ലായിരുന്നു, ഇപ്പൊ ഇതാ മകനെ കിട്ടി, അപ്പോൾ ആശിച്ചത് കിട്ടി, അപ്പൊ അത് എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറയുകയാണ്. ശ്ലോകം 23 ഒന്നുകൂടെ വായിക്കാം. ദിഷ്ട്യാ ഭ്രാത പ്രവയസ ഇദാനീമപ്രജസ്യതേ പ്രജാശായ നിവൃത്തസ്യ പ്രജായത് സമപദ്യതാം. ശ്ലോകം 24. ദിഷ്ട്യാ സംസാരചക്രേസ്മിൻ വർത്തമാന പുനർഭവഃ ഉപലബ്ധോ ഭവാനദ്യ ദുർലഭം പ്രിയദർശനം. പദച്ഛേദം പറയാം. ദിഷ്ട്യ സംസാരചക്രേ അസ്മിൻ വർത്തമാനഃ പുനഃ ഭവഃ ഉപലബ്ധഃ ഭവാൻ അദ്യ ദുർലഭം പ്രിയ ദർശനം. അസ്മിൻ സംസാരചക്രേ, ഈ സംസാരചക്രത്തിൽ വർത്തമാനഃ ഇരിക്കുന്ന ഭവാൻ അങ്ങ് അദ്യ ഇപ്പോൾ പുനർഭവ രണ്ടാമതും ജനിച്ചവനായിട്ട് ഉപലബ്ധഃ പ്രാപ്തനായി. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് തൻ്റെ ആത്മാവ് തന്നെയാണ് പുത്രരൂപത്തിൽ വരുന്നത് എന്നാണ് പറയുന്നത്. ആത്മാ വൈ പുത്രനാമാസി, ആത്മാവ് തന്നെയാണ് പുത്രൻ എന്നുള്ള പുത്രനാമാസി. ആത്മാ വൈ പുത്രനാമാസി, ആത്മാവ് തന്നെയാണ് പുത്രനായി ജനിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നന്ദഗോപരോട് പറയാണ്, നീ ഇതാ രണ്ടാമത് ജനിച്ചിരിക്കുകയാണ്, നിനക്ക് പുത്രൻ ജനിച്ചു എന്ന് പറഞ്ഞ അർത്ഥം നിന്റെ പുനർജന്മമാണിത്. ഉപലബ്ധ പ്രാപ്തം അതായത് രണ്ടാമത് ജന്മം ഉണ്ടായി. ദൃഷ്ടി ആനന്ദം, പ്രിയദർശനം പ്രിയന്മാരുടെ കാഴ്ച ദുർലഭമാകുന്നു. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടവരെ കാണുന്നത് എപ്പോഴും കാണാൻ സാധിക്കൂല അല്ലേ? ദുർജനങ്ങളായിരിക്കും കൂടുതൽ കാണുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടവരെ കാണുന്ന ദുർലഭമായിട്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ കാണുന്നത്. വല്ലപ്പോഴും കാണാൻ പറ്റുള്ളൂ അല്ലേ? ഇത്രയും കാലം കംസന്റെ കൽത്തുറുങ്കിലായിരുന്നല്ലോ, അപ്പം അങ്ങനെ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ വല്ലപ്പോഴുമാണ് ഞാൻ നിന്നെ കാണുന്നത്. അപ്പോൾ അത് എനിക്ക് വളരെയധികം പ്രിയന്മാരുടെ ദർശനം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നത് തന്നെയാണ്. ശ്ലോകം 24 ഒന്നുകൂടെ. ദിഷ്ട്യാ സംസാര ചക്രേസ്മിൻ വർത്തമാന പുനർഭവഃ ഉപലബ്ധോ ഭവാനദ്യ ദുർലഭം പ്രിയദർശനം. ശ്ലോകം 25. നൈകത്ര പ്രിയ സംവാസ സുഹൃതാം ചിത്രകർമ്മണാം ഓഖേന വ്യൂഹ്യമാനാനാം പ്ലവാനാം സ്രോതസോ യഥാ.
ന ഏകത്ര പ്രിയ സംവാസഃ സുഹൃതാം ചിത്രകർമ്മണാം ഓഖേന വ്യൂഹ്യമാനാനാം പ്ലവാനാം ശ്രോതസഃ യഥാ. പ്രിയ, ഹേ പ്രിയ, ശ്രോതസഃ നദിയുടെ ഓഖേന ഒഴുക്കിനാൽ വ്യൂഹമാനാനാം വഹിച്ചു കൊണ്ടുപോകുന്ന പ്ലവാനാമെത വിറക് കഷ്ണങ്ങളെ പോലെ. അപ്പൊ നദിയുടെ ഒഴുക്കില് വിറക് കഷ്ണങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും വിറക് കഷ്ണങ്ങളോ പുല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഒഴുകിപ്പോകും. അപ്പോൾ അത് എല്ലാം കൂടെ ഒരിടത്ത് തന്നെ ഒഴുകിയെത്തൂല, ഓരോന്നും ഓരോ ദിക്കിലായിരിക്കും നദിയുടെ ഒഴുക്കിൽപ്പെട്ട് പോകുന്നത് പോലെ ചിത്രകർമ്മണ ബഹുവിധ കർമ്മങ്ങളോടുകൂടിയ സുഹൃതം സുഹൃത്തുക്കളുടെ ഏകത്ര ഒരിടത്തിൽ സംഗമം സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നദിയിലെ ഒഴുക്കിൽപ്പെട്ട് പോകുന്ന വിറക് കഷ്ണങ്ങൾ പല ദിക്കിലേക്ക് പോകുന്നത് പോലെ നമ്മുടെ സുഹൃത്തുക്കളുടെ സംയോഗം പെട്ടെന്ന് നടക്കുകയില്ല. അവരവരുടെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി അവർ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഒരു ദിക്കിൽ ഒത്തുചേരുക എന്നുള്ളത് പ്രയാസം തന്നെയാണ്. ശ്ലോകം 25. നൈകത്ര പ്രിയ സംവാസ സുഹൃതാം ചിത്രകർമ്മണാം ഓഖേന വ്യൂഹ്യമാനാനാം പ്ലവാനാം ശ്രോതസോ യഥാ. ശ്ലോകം 26. കച്ചിത് പശവ്യം നിരുജം പൂര്യംബു തൃണവീരുധം ബൃഹദ്വനം തദധുന യത്രാസേത്വം സുഹൃദ്വൃതഃ. പദച്ഛേദം. കച്ചിത് പശവ്യം നിരുജം പൂരി അമ്പു തൃണവീരുധം പൂര്യംബു തൃണവീരുധം ബൃഹദ്വനം തദധുന യത്ര ആസേ ത്വം സുഹൃദ്വൃതഃ. അധുന ഇപ്പോൾ ത്വം അങ്ങ് സുഹൃദ്വൃതഃ സുഹൃത്തുക്കളോട് കൂടിയവരായി എത്ര യാതൊരു ദിക്കിൽ ആസേ ഇരിക്കുന്നുവോ തത് ബൃഹദ്വനം ആ ബൃഹദ്വനം കശ്ചിത് പശവ്യം പശുക്കൾക്ക് ഹിതമായതോ നിരുജം ദുഃഖരഹിതമോ പൂര്യമ്പു തൃണവീരുതം അധികം പുല്ലും വെള്ളവും വള്ളിക്കുടലും ഉള്ളതാണോ? അപ്പോ വസുദേവർ ഇത് ചോദിക്കാൻ കാരണം എന്താണ്? നിങ്ങളുടെ അവിടെയൊക്കെ പുല്ലൊക്കെ നല്ലോണം വളരുന്നുണ്ടോ? പുല്ലും വെള്ളമൊക്കെ വള്ളിക്കുടലിൽ കിട്ടുന്നുണ്ടോ? അതായത് പശുക്കൾക്ക് മേയാൻ തക്കവണ്ണം പുല്ലൊക്കെ അവിടെ ഉണ്ടോ? അങ്ങനെയെങ്കിലല്ലേ തൻ്റെ കുഞ്ഞുങ്ങളല്ലേ അവിടെ വളരുന്നത്. അപ്പോൾ പശുക്കൾക്ക് പുല്ല് തിന്നാലേ പാലുണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വ്യംഗ്യാർത്ഥത്തിലൂടെയാണ് ചോദിക്കുന്നത്. അവിടെ പശുക്കളെ അവിടെ പുല്ലുകളൊക്കെ നല്ലോണം വളരുന്നുണ്ടല്ലോ, വെള്ളമെല്ലാം ആവശ്യത്തിനുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദഗോപരോട്. അപ്പോൾ ഇങ്ങനെ സമൃദ്ധമായെങ്കിൽ മാത്രമേ പശുക്കൾക്ക് പാല് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഗോപസ്ത്രീകൾ കഴിച്ച് അവർക്കും പാലുണ്ടാവുകയുള്ളൂ. കുഞ്ഞിന് കൊടുക്കാൻ പാല് വേണ്ടേ? അപ്പം അങ്ങനെ എല്ലാം സമൃദ്ധമായിട്ട് അവിടെ ഉണ്ടല്ലോ എന്നുകൂടെ കുശലാന്വേഷണം നടത്തുകയാണ് നന്ദഗോപർ. കശ്ചിത് പശവ്യം നിരുജം പൂര്യം പുത്രണവീരുദം ബൃഹദ്വനം തദധുന യത്രാസേത്വം സുഹൃദ്വൃതഃ. ശ്ലോകം 27. പ്രാതർമമസുത കശ്ചിത് മാത്രാസക ഭവദ്വ്രജേ താതം ഭവന്തം മന്വാനോ ഭവദ്ഭ്യാം ഉപലാളിതഃ. പ്രാതഃ മമ സുതഃ കശ്ചിത് മാത്രാ സഹ ഭവദ്വ്രജേ താതം ഭവന്തം മന്വാനഃ ഭവദ്ഭ്യാം ഉപലാളിതഃ. പ്രാതഃ ഹേ സഹോദര, മമ എൻ്റെ സുതഃ പുത്രൻ, അതായത് ബലരാമൻ. രോഹിണി വസുദേവന്റെ ഭാര്യയാണല്ലോ. അപ്പോൾ രോഹിണിയുടെ പുത്രന്റെ കാര്യമാണ് ചോദിക്കുന്നത്. എൻ്റെ പുത്രൻ അതായത് ബലരാമൻ മാത്രാസഹ മാതാവിനോടുകൂടി ഭവത് പ്രജെ അങ്ങയുടെ പ്രജത്തിൽ ഭവന്തം ഭവാനെ താതം അച്ഛനാണെന്ന് മന്വാന വിചാരിക്കുന്നവനും ഭവദ്ഭ്യ ഭവാന്മാരാൽ ഉപലാളിക്കപ്പെടുന്നവനുമായിട്ട്
വർത്തതേ കശ്ചിതിരിക്കുന്നുവല്ലോ. എൻ്റെ മകൻ അവിടെ അങ്ങയെ തന്നെ അച്ഛനായിട്ട് അച്ഛൻ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അപ്പം അത് അവൻ സുഖമായിട്ടിരിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ്. ശ്ലോകം 27. പ്രാതരം മമ സുത കശ്ചേത് മാത്രാ സഖ ഭവത് വ്രജേ താതം ഭവന്തം മന്വാനോ ഭവദ്ഭ്യാമുപലാളിതഃ. ശ്ലോകം 28. പുംസസ്ത്രിവർഗോ വിഹിത സുഹൃദോ ഹ്യനുഭാവിതഃ ന തേഷു ക്ലിശ്യമാനേഷു ത്രിവർഗോ അർദ്ധായ കൽപ്പതേ. പുംസഃ ത്രിവർഗഃ വിഹിതഃ സുഹൃദഃ ഹി അനുഭാവിതഃ ന തേഷു ക്ലിശ്യമാനേഷു ത്രിവർഗഃ അർത്ഥായ കൽപ്പതേ. പുംസഃ മനുഷ്യന്റെ ത്രിവർഗ, അതായത് ധർമ്മം, അർത്ഥം, കാമം, അതാണ് ത്രിവർഗ. സുഹൃത ബന്ധുക്കളെ കുറിച്ച് അനുഭാവിത സന്തോഷിക്കപ്പെട്ടതായിട്ട് വിഹിത ഇരിക്കുന്നു. അപ്പോൾ നീ സുഹൃത്തുക്കളായ ഞങ്ങൾക്ക് ഉപകാരം ചെയ്തതുകൊണ്ട് കൃതാർത്ഥനായി തീർന്നിരിക്കുന്നു. യശസ്സും ധർമ്മവും നിനക്ക് സിദ്ധമായിരിക്കുന്നു. തേഷു അവർ ക്ലിശ്യമാനേഷു ക്ലേശിക്കപ്പെട്ടിരിക്കും വിഷയത്തിൽ ത്രിവർഗം അർത്ഥായ അർത്ഥത്തിനായിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുന്നില്ല. അപ്പോൾ ബന്ധുക്കളെല്ലാം ദുഃഖിച്ചിരിക്കുമ്പോൾ നമുക്ക് അവരുടെ വേദനകൾ കുറയ്ക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ഈ ധനങ്ങൾ മുതലായവ ഉണ്ടായിട്ട് കാര്യമില്ല, അവ വ്യർത്ഥമാണ് എന്നുള്ള ലോകമര്യാദയെ പറയുകയാണ്. ഒരുവന് ധർമാർത്ഥം, കാമം ഇങ്ങനെ ഉള്ള പുരുഷാർത്ഥം അവൻ്റെ ബന്ധുക്കളെ സന്തോഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് വ്യർത്ഥം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവന് ഇതൊന്നും കൊണ്ട് ഒരു ത്രിവർഗം കൊണ്ട് ഒരു ഫലവുമില്ല. ശ്ലോകം 28. പുംസസ്ത്രിവർഗോ വിഹിത സുഹൃതോ ഹി അനുഭാവിതഃ ന തേഷു ക്ലിശ്യമാനേഷു ത്രിവർഗോ അർത്ഥായ കൽപ്പതേ. ശ്ലോകം 29. നന്ദ ഉവാച അഹോ തേ ദേവകീ പുത്ര കംസേന ബഹവോ ഹതാഃ ഏകാവശിഷ്ടാവരജ കന്യാസാപി ദിവം ഗതാ. അഹോ തേ ദേവകീ പുത്രാഃ കംസേന ബഹവഃ ഹതാഃ ഏക അവശിഷ്ട അവരജ കന്യാ സാ അപി ദിവം ഗതാ. അപ്പൊ നന്ദ മറുപടി പറയാണ്, അഹോ കഷ്ടം തേ നിന്റെ ദേവകീപുത്രന്മാർ ബഹവഹ ബഹു ധാരാളം പേര് കംസനാൽ ഹത കൊല്ലപ്പെട്ടു. അപരജ ഒടുവിലുണ്ടായ ഏക ഒരുവൾ അവശേഷിച്ചു. അപ്പൊ 6 പുത്രന്മാരെയും കംസൻ കൊന്നു. ഒരു പുത്രൻ ഗർഭാലസി പോയി. പിന്നെ ശേഷിച്ചത് ഒരു കന്യകയാണ്, ഒരു പെൺകുട്ടി. അതും എന്ത് ചെയ്തു? ദിവം സ്വർഗത്തേക്ക് അതാ പ്രാപിച്ചു. കംസ അടിക്കാൻ പോയപ്പോൾ അതതാ ആകാശത്തേക്ക് ഉയർന്നിട്ട് സ്വർഗത്തിലേക്ക് പോയി. അപ്പൊ നിന്റെ കാര്യം കഷ്ടം തന്നെയാണെന്ന് നന്ദഗോപര് പറയുകയാണ്. നിന്റെ പുത്രന്മാരെയെല്ലാം കംസൻ കൊന്നു. അവസാനം ഒരു പുത്രി ഉണ്ടായി, അതും എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് പോയി. ശ്ലോകം 30. ന്യൂനം ഹി അദൃഷ്ടനിഷ്ഠോയം അദൃഷ്ടപരമോചന അദൃഷ്ടാത്മാനം തത്വം യോ വേദ ന സമുഹ്യതി. ന്യൂനം ഹി അദൃഷ്ടനിഷ്ഠഃ അയം അദൃഷ്ടപരമഃ ജനഃ അദൃഷ്ടം ആത്മനഃ തത്വം യോ യഃ വേദ ന സഹ മുഹ്യതി. അയം ജനഃ ഈ ജനം അദൃഷ്ടനിഷ്ഠഃ അദൃഷ്ടത്തിൽ നിഷ്ഠയോട് കൂടിയവരും അദൃഷ്ടപരമ അദൃഷ്ടമാകുന്ന പരമത്തോട് കൂടിയതും ആകുന്നു. ന്യൂനം ഹി നിശ്ചയം തന്നെ ആത്മനഃ ആത്മാവിന്റെ തത്വം
പരമാർത്ഥമായിരിക്കുന്ന അദൃഷ്ടം, അദൃഷ്ടത്തെ യഹ യാതൊരുവൻ വേദ അറിയുന്നു, സഹ അവൻ ന മുഹ്യതി. അപ്പൊ ഈശ്വരേച്ഛ അറിയുന്നവന് അവൻ മോഹിക്കപ്പെടുകയില്ല. അല്ലെങ്കിലോ ഒരു കന്യയെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ അവളുടെ പുത്ര പരമ്പര ദേവകിയുടെ വംശത്തിലൂടെ നമുക്ക് ഉണ്ടാക്കാമായിരുന്നു, അല്ലേ? ആ പുത്രിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ വംശം നിലനിർത്താമായിരുന്നു. അല്ലെങ്കിൽ ആ കന്യക കംസന്റെ കയ്യിൽ നിന്നും ഉയർന്നു പോകാൻ തക്ക സാമർഥ്യമുള്ള ആ ദേവതയായിരുന്ന കന്യയ്ക്ക് കംസനെ ഭയപ്പെടാതെ ഇവിടെ തന്നെ ഇരിക്കാമായിരുന്നില്ലേ? അതും ഉണ്ടായില്ല. അതുകൊണ്ട് ഒരുവൻ മറ്റൊരുവനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ സ്വകർമ്മത്തെക്കുറിച്ച് തപിക്കുന്നതാണ് നല്ലത്. അപ്പം നിന്റെ കർമ്മ ഫലമാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നുള്ള ലോക തത്വത്തെ പറയുന്നു. ഈ ലോകം അദൃഷ്ടത്തിൽ അവസാനിക്കുന്നതാണ്. എന്തോ ഒരു അദൃഷ്ട ശക്തിയുണ്ട്, അതിനനുസരിച്ച് ലോകം പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ എന്ത് വിചാരിച്ചാലും ശരി, നമ്മുടെ കർമ്മത്തിനനുസരിച്ചുള്ള പോലെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം നിനക്ക് പുത്രന്മാരൊക്കെ പോയി ഒരു പുത്രി ജനിച്ചിട്ടും അത് സ്വർഗത്തിലേക്ക് പോയ ആ പുത്രിക്ക് ഇവിടെ നിൽക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ട് നിന്നില്ല? അത് അവരവർ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്. ശ്ലോകം 30. നൂനം ഹി അദൃഷ്ടനിഷ്ഠയോയം അദൃഷ്ടപരമോചനഃ അദൃഷ്ടമാത്മനസ്തത്വം യോ വേദന സ മുഹ്യതി. ശ്ലോകം 31. വസുദേവ ഉവാച കരോ വൈ വാർഷികോ ദത്തോ രാജ്ഞേ ദൃഷ്ടാ വയം ച വഹ നേഹസ്തേയം ബഹുധിതം സന്ധ്യ ഉത്പാദാശ്ച ഗോകുലേ. പദച്ഛേദം. കരഃ വൈ വാർഷികഃ ദത്തഃ രാജ്ഞേ ദൃഷ്ടാ വയം ച വഹ ന ഇഹ നേഹ ന ഇഹ സ്ഥേയം ബഹുധിതം സന്ധി ഉത്പാദാഹ ച ഗോകുലേ. വഹ നിങ്ങളാൽ വാർഷിക വർഷം തോറും കൊടുക്കേണ്ടതായ കരഹ കപ്പം രാജ്ഞി രാജാവിനായിക്കൊണ്ട് ദത്താഹ ദാനം ചെയ്യപ്പെട്ടു. വയം ച നമ്മളും ദൃഷ്ടാഹ കാണപ്പെട്ടു. ബഹുധിത അധികകാലം ഇഹ ഇവിടെ നസ്തേയം ഇരിക്കരുത്. ഇപ്പൊ പറയണ നീ ഇവിടെ കപ്പം കൊടുക്കാനല്ലേ വന്നത്, അത് കൊടുത്തല്ലോ, ഇനി നീ ഇവിടെ കൂടുതൽ സമയം ഇരിക്കരുത്. ഗോകുലത്തിൽ ഉത്പാദ ദോഷസൂചകങ്ങൾ സന്ധിയുണ്ട്. എന്തോ ദോഷസൂചകങ്ങളായിട്ട് ചില അപശകുനങ്ങൾ ഞാൻ കാണുകയാണ്. അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ ഗോകുലത്തിലേക്ക് തിരിച്ചു പോവുക. ശ്ലോകം കൂടെ വായിക്കാം. 31. കരോ വൈ വാർഷികോ ദത്തോ രാജ്ഞേ ദൃഷ്ടാ വയം ച വഹ നേഹസ്തേയം ബഹുധിതം സന്ധ്യുത്പാദാശ്ച ഗോകുലേ. ശ്ലോകം 32. ശ്രീശുകവാച ഇതി നന്ദാദയോ ഗോപാ പ്രോക്താസ്തേ ശൗരിണായയോ അനോഭിർ അനടുദ്യുക്തൈ സ്തം അനുജ്ഞാപ്യ ഗോകുലം. പദച്ഛേദം. ഇതി നന്ദാദയോ ഹോ ഗോപാഹ നന്ദാദയഃ ഗോപാഹ പ്രോക്താഹ തേ ശൗരിണ യയോ അനോഭിഃ അനടുദ്യുക്തൈ തം അനുജ്ഞാപ്യ ഗോകുലം. ശൗരിന വസുദേവനാൽ ഇത് ഇപ്രകാരം പ്രോക്ത പറയപ്പെട്ട നന്ദാദയ നന്ദൻ മുതലായ ഗോപാഹ ഗോപന്മാർ അനടുദ്യുക്തൈ കാളകളെ യോജിപ്പിച്ച വണ്ടികളോടുകൂടി തം അവനോട്
അനുജ്ഞ ചോദിച്ചിട്ട് ഗോകുലത്തെ പ്രാപിച്ചു. അപ്പോൾ ശ്രീ ശിവൻ പറഞ്ഞു നിർത്തുകയാണ്, ഇപ്രകാരം വസുദേവന്റെ സ്നേഹസൂചകമായ വാക്ക് കേട്ട് നന്ദൻ എന്ത് ചെയ്തു? ഗോപന്മാർ കാളകളെ വേഗത്തിൽ പൂട്ടിക്കെട്ടി വണ്ടിയിലൊക്കെ സാധനങ്ങളൊക്കെ നിറച്ച് വസുദേവനോട് യാത്രയും പറഞ്ഞ് ഗോകുലത്തേക്ക് പെട്ടെന്ന് പോയി. അപ്പോൾ അവർ പട്ടണത്തിൽ വരുമ്പോൾ കപ്പമൊക്കെ കൊടുത്തിട്ട് പിന്നെ സാധനങ്ങളൊക്കെ തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി തിരിച്ചു പോവുകയാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായ ദശമസ്കന്ധേ നന്ദ വസുദേവ സംഗമേ നാമ പഞ്ചമോധ്യായ സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെൻ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാക്കണം, നിത്യനായ ശുഭ്രകാശരൂപനെ വണങ്ങണം. കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോക്കണം, ആ പദാർത്ഥം തന്നില സദാ നമിച്ചിടുന്നില്ല, ആ പദാർത്ഥം തന്നില സദാ നമിച്ചിടുന്നില്ല. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.